അങ്ങനെ നമ്മൾ ബൈസണെ ഇത്രയും പറ്റ കാണുമെന്ന് വിചാരിച്ചില്ല. പള്ളിപ്പുറത്തുനിന്ന് കണ്ട പോലെ അവിടെയൊക്കെ ഞാൻ എവിടെയും കാണും. ഓ അത് ശരി, ഞാൻ എവിടെയൊക്കെ ഉണ്ടാവും. ഹലോ ഗായ്സ്, വെൽക്കം ടു യൂട്യൂബ് ചാനൽ. ഇന്ന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് എൻ്റെ വീഡിയോയ്ക്ക്. കാരണം എൻ്റെ കൂടെ അമ്മയുണ്ട്, അച്ഛനുണ്ട്, അരവിന്ദനുണ്ട്, പിന്നെ ഞങ്ങളുടെ കുഞ്ഞു ബേബിയുണ്ട്. സോ ഞങ്ങൾ ഇന്ന് കുഞ്ഞുമാവയും കൊണ്ട് ഫസ്റ്റ് ടൈം ഞങ്ങളൊരു ചെറിയ കുട്ടി ട്രിപ്പിന് പോവാണ്. കുറച്ച് ചെറിയ ഷോപ്പിംഗ് ഉണ്ട്, അങ്ങനെ കുഞ്ഞു കുഞ്ഞു പരിപാടീസ് ഉണ്ട് ഇന്ന്. അപ്പോൾ അച്ഛനും അമ്മയും വന്നിട്ട് ഇച്ചിരി ദൂരത്തേക്ക് ഇപ്പോഴാണ് പോണേ. കാരണം കുഞ്ഞുമാവ ആയിട്ട് കുറച്ച് നാളെ ആയുള്ളൂ. സോ നമുക്കപ്പോൾ പോവാം. എൽക്ക് ഐലൻഡിലേക്കാണ് ഫസ്റ്റ് നമ്മൾ പോണേ. അപ്പോൾ അമ്മേൻ്റെ ഇവിടെ ഉണ്ട്. അമ്മേ ഹായ്. അച്ഛനെ കാണിക്കട്ടെ. ഒരു ഹായ്. നമ്മുടെ കുഞ്ഞോസ് ഇവിടെ ഇരിപ്പുണ്ട്. കുട്ടീസ് ഉറങ്ങുവാണ്. സീറ്റ് ബെൽറ്റുകളൊക്കെ ആയതുകൊണ്ട് കുറച്ച് കുഴപ്പമില്ലാതെ ഇരിക്കണേ. ഓക്കെ ഓക്കെ ആ പോവാം. അപ്പൊ നമ്മുടെ സാരഥിത വണ്ടി എടുക്കുകയാണ്. ലെറ്റ്സ് ഗോ. എത്താറായിരിക്കുകയാണ്. ഇനി 2 minutes കൂടെ ഉള്ളൂ. ഭാഗ്യം ഉണ്ടെങ്കിൽ ബൈസണെ കാണാം. ഒരു തരം എന്താ പറയാ, കാട്ടുപോത്തിനെ പോലത്തെ ഒരു സംഭവം. കാട്ടുപോത്താണ് അല്ലേ? കാട്ടുപോത്തല്ലേ ബൈസൺ? ആ, അപ്പൊ ഒരു നമ്മുടെ നാട്ടിൽ കാണുന്ന പോലത്തെ ഒരു കാട്ടുപോത്തല്ല, കുറച്ച് വ്യത്യസ്തമാണ് കണ്ടു കഴിഞ്ഞാൽ. എൽക്ക് ഐലൻഡ് ആയിരിക്കാണ്. ഇപ്പൊ തന്നെ നമ്മൾ ടേൺ ചെയ്യും. Continue on Alberta 16 for 3 kilometers. In 800 meters, your destination will be on the right. തിരിച്ചു വരുമ്പോ പോരെ? തിരിച്ചു വരുമ്പോ പാടാണോ? എടുക്കണം എന്നുണ്ട്. നമ്മള് എൽക്ക് ഐലൻഡിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ചെറിയ തണുപ്പുണ്ടല്ലേ? സൈഡിലൊക്കെ നോക്കിക്കോണം. എപ്പോഴാണ് ബൈസൺ പ്രത്യക്ഷപ്പെടുക എന്നറിയില്ല. ഇത് സൈഡിൽ വന്ന് നിൽക്കും, ഈ ഫെൻസിന്റെ ഒക്കെ അടുത്ത്. മുള്ളുവേലിയ ശരിക്കും കാടാണ്. മുള്ളു വേലിയാണോ? അല്ല, കമ്പിയാണോ? കമ്പിയാണ്. മുഴുവൻ പിടിപ്പിച്ചിരിക്കുകയാണ്. നല്ല പ്രകൃതി രമണീയായിട്ടുള്ള സ്ഥലം. അതെ, അതെ. അത് നാഷണൽ പാർക്ക് അല്ലേ? അവിടെ ഒന്ന് കേറിട്ട് പോവാ അല്ലേ? അവിടെ സ്റ്റഫ് ചെയ്ത പൈസ ഉണ്ടാവും. ഈ ഫോറസ്റ്റ് നിറച്ച് കാടാണല്ലോ അല്ലേ? ഫോറസ്റ്റ് നിറച്ച് കാടാണ്. അമ്മ ഡയലോഗ് കേട്ടിട്ടില്ല. അമ്മ വിചാരിച്ചത് എന്റെ ഫ്രഷ് കൗണ്ടറാണ്. ശരൺ തന്നെ എന്തിനു തിരുത്തി കൊടുത്തത്? ഇവിടെ ഇങ്ങനെ ഓരോ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് ഇവിടുത്തെ കാര്യങ്ങളെ കുറിച്ചിട്ട്. ഇതാണ് ബൈസൺ.
ഇതിൻ്റെ റിയൽ സാധനമുണ്ട്. കിടുവാണ്. ഇതെന്താ? ഇതാണ് ഇത് ഒറിജിനൽ ബൈസൺ കട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിനെ സ്റ്റഫ് ചെയ്തൊക്കെ വെച്ച് ഇതാണ് ഒറിജിനൽ സാധനം. ഈ മുഴുപ്പാണ്. ചിലപ്പോൾ ഇതിലും കിടന്നുണ്ടാവും, ഇതിലും വലുതും കാണും, വലുതും ചെറുതും കാണുമായിരിക്കും. ഇത് മാക്സിമം വലിയൊരു സൈസാണ്. തലയോട്ടി ഇതുണ്ടോ? അതിന് മനുഷ്യരെ ഇടിക്കും. അല്ലേ, അങ്ങനെ വെറുതെ അനാവശ്യമായിട്ടൊന്നും കയറൊന്നും ഇതിലൊന്നുമില്ല. മനസ്സിലാവും. അവിടെ ചെന്ന് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് ഒറിജിനൽ പിക്ചറാണ്. ഇതിനകത്തൊക്കെ ഉണ്ട്, ഇതിനകത്തുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. ഇത് കണ്ട, ഇത് ഒറിജിനൽ ഫോട്ടോയാ ഈ കാണുന്നത്. ഒറിജിനൽ ഫോട്ടോയാ. നേരിട്ട് എടുത്ത് വെച്ചിട്ട് ഇതിനകത്തുള്ള തന്നെ സ്ഥല ആ ഫോട്ടോ ഇങ്ങനെ നിൽക്കും. ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഇത്രയും കൂട്ടത്തിനെ കാണാൻ പറ്റുള്ളൂ. മനസ്സിലായി. ചിലപ്പോൾ ഒന്നും ഒറ്റയ്ക്ക് ചിലപ്പോൾ കാണും, ചിലപ്പോൾ ഒന്നും കണ്ടില്ലെന്ന് വരും. കാണുന്ന ഇത് വിചാരിക്കണം നമ്മൾ കാണണമെന്നുണ്ടെങ്കിൽ. എത്ര വലുതാ സംഭവം ഉണ്ടോ? ഭയങ്കര വലുതാ. അതെ. ഇത് വീഡിയോ കൊടുത്തിട്ടുണ്ടല്ലേ? അതേമേ അവിടെ വീഡിയോ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ ഇത് ഇവിടെ തന്നെ വീഡിയോസ് ആയിരിക്കും. ഇതുണ്ട് ഇവിടെ. ഇത് ഈ തൂവല് കൊടുത്തിരിക്കണ ഇതിന്റെ മാത്രമല്ല, പല സാധനങ്ങളും. ഇത് മൂസ് എന്ന് പറയണ സാധനമില്ലേ? ഈ ഇങ്ങനത്തെ കൊമ്പൊക്കെ ഉള്ള ഒരു വലിയ അതൊക്കെ ഇടിക്കും പെട്ടെന്ന്. കാറൊക്കെ ചിലപ്പോൾ കുത്തി മറിച്ചിടാനൊക്കെ ട്രൈ. മീൻസ് അത് വയലൻ്റാണ്. അനാവശ്യമായിട്ട് ഒന്നും ഉപദ്രവിക്കില്ല. കരടി പോലും അനാവശ്യമായിട്ട് കയറി വരില്ല. നമ്മളങ്ങോട്ട് ചെന്നാലേ. ഇവിടെ നിന്ന് പിള്ളേരൊക്കെ ആയിരിക്കും. ഇവിടെ ഓരോന്നിൻ്റെയും തോല് വെച്ചിട്ടുണ്ട്, അത് പറിച്ചെടുത്തിട്ടുണ്ട്. പിള്ളേരൊക്കെ വന്ന് പിടിക്കുമ്പോഴേ എല്ലാവരും ഇതുണ്ടോ? ഇതൊക്കെ ബൈസന്റെ ഒറിജിനൽ ഇതാണ്. തോല്. ഇത് എന്തോ വൈറ്റ് ടൈൽഡ് ഡിയർ വേറെ. ഹലോ സാർ, എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല സുഖമുണ്ട്, നല്ല കാറ്റുണ്ട്. കുഞ്ഞാപ്പിരി എഴുന്നേറ്റിട്ടില്ലേ? അപ്പൊ എന്നെ പറ്റിച്ചതാണോ? ഉണർന്നിട്ട് ഇറങ്ങിക്കളഞ്ഞു കിളിക്കൂട്ട്. അതൊക്കെ എന്റെ വേണ്ട. നിങ്ങൾ ഇത് എവിടെ പോവാ? ഞങ്ങൾക്ക് കഴിയില്ല ഇതൊന്നും. എന്താ പറയണേ? എടുത്തോണ്ട് നടക്കാനുള്ള ഇനി കൂട്ടിനകത്താക്കി വെച്ചിരിക്കുക. അയ്യോടി കിളിക്കുട്ടു ചക്കരെ കണ്ണുറക്കട. കല്യാണിക്കുട്ടോയ്. വെരി ഗുഡ്. ഞങ്ങളുണ്ട് കേട്ടോ കൊച്ചിന്റെ അടുത്ത്. ചക്കര എന്തെടുക്കാ? ചക്കര എന്തെടുക്കാ? ഒക്കത്തിന് എപ്പറ എണീറ്റത്? എവരെ പോവാ പൊന്ന് സുന്ദരീസ്? ഗുഡ് ഗേൾ ആണോ? ഓക്കെ, നമ്മൾ ഇനി ബൈസൺ ലൂപ്പ് റോഡിലേക്ക് തിരിയാ അല്ലേ? ഇതൊരു ഫുള്ള് ലൂപ്പ് ഇങ്ങനെ കറങ്ങി വരാം, റോഡ് ഫുള്ള്. അതിന്റെ ഇടയിൽ ബൈസൺ ഉണ്ടാവും എന്നാണ് പറയപ്പെടുന്നത്. ഇതിന്റെ ഇടയിലൊക്കെ നിക്കാന്ന്. അപ്പൊ കണ്ടാ ഭാഗ്യം, അത്ര പറയാൻ പറ്റുള്ളൂ. നോക്കാന്നോ? അത്രേ ഉള്ളൂ. വലിയ തിരക്കൊന്നുമില്ലല്ലേ വീക്കെൻഡിലൊക്കെ? ഇന്നിപ്പോ മൺഡേ അല്ലേ? ഇല്ലേ പൈസ? സിംഹം തിരിഞ്ഞു കിടക്കണ. അതെങ്ങനെ കാണാൻ കിട്ടോടി? ഞാൻ എണീറ്റ് നിന്നോട്ടെ. കാട്ടുപോത്തല്ലേ?
പൊക്കത്തിൽ തുറന്നാച്ചാ അതെയാ സൂം ചെയ്ത് നോക്കാം. കിടക്കുവാണ് അവിടെ 5 പേര്. ഭാഗ്യമുണ്ട് കേട്ടോ, നിങ്ങൾ വന്ന വരവിൽ തന്നെ കാണാൻ പറ്റില്ല. കുറെ ഉണ്ട്, ഒരു ഗ്യാങ് ഉണ്ട്. അത് അത്യാവശ്യം ഒരു വലുതുണ്ട് നല്ല. അങ്ങനെ നമ്മൾ ബൈസണെ ഇത്രയും പറ്റ കാണുമെന്ന് വിചാരിച്ചില്ല. ബൈസണെ നമ്മൾ ഇത്രയും അടുത്ത് കണ്ടിരിക്കുന്നു. ആ വാ, നല്ല ബുൾഗാനൊക്കെ ഉള്ള ബൈസൺ. ഹലോ ബൈസ, സുഖമാണോ? പാഞ്ഞൊന്നും ഇങ്ങോട്ട് വരില്ലല്ലോ. വന്നാലും വേലിയില്ലേ, ആ ഒരൊറ്റ ധൈര്യത്തില ഞാൻ. അയ്യോ എത്ര കിലോ ഉണ്ടെന്ന് അറിയാമോ? അതെ, 2 ആ കിട്ടി, നൈസ്, 2 താങ്ക് യു. അസ്റ്റോട്ടിലേക്ക് ആയോ? Turn right, then you will arrive at your destination. ആ ഓളത്തിന് മീൻ അതന്നെയാണോ മറിയാ നോക്ക്. അത് ഇത്ര അങ്ങനെ നമ്മള് അസ്റ്റോട്ടിലേക്ക് എത്തിയിരിക്കുകയായിരുന്നു, അല്ല എത്തിയിരിക്കുകയാണ്. അച്ഛനും കൂടിയാണോ? അച്ഛനും കൂടിയാണോ? അങ്ങനെ കല്യാണിക്കുട്ടിയുടെ അപ്പൂപ്പന്റെ അമ്മൂമ്മയുടെ ഫസ്റ്റ് ട്രിപ്പാണല്ലേ. ഹായ്, കല്യാണിക്കുട്ടിയെ ഒരു കല്യാണിക്കുട്ടി. പക്ഷെ ഓടിക്കൊണ്ടിരുന്നപ്പോഴേക്ക് പ്രശ്നമില്ല. അച്ഛനില്ലേ പോയി. അവര് സ്വന്തമായിട്ട് കൊണ്ടുവന്ന. നമുക്കല്ലാതെ റെന്റലിന് വേണമെങ്കിൽ ബോട്ട് ഇവിടെ നിന്ന് എടുക്കാം, ബോട്ട് ഓടിക്കുന്നുണ്ടെങ്കിൽ. ഇങ്ങോട്ട് ഇറക്കിക്കോ. ആ അമ്മോ, കുട്ടീസ് എന്ത് എങ്ങനെ ഇരിക്കണു? കരയുണ്ടോ? ഇല്ലല്ലോ, നല്ല കാറ്റുണ്ട് കേട്ടോ, നല്ല കാറ്റുണ്ട്. അപ്പോൾ നമ്മളിവിടെ അസ്റ്റോട്ടിൻ ലേക്ക് എത്തി. ഇവിടെയാണ് നമ്മൾ നമ്മുടെ മെറ്റേണിറ്റി ഫോട്ടോഷൂട്ടൊക്കെ എടുത്തത്. കുഞ്ഞാപ്പുരി അകത്തായിരുന്നപ്പോൾ അന്ന് ഫുള്ള് വൈറ്റ് ആയിരുന്നു, വിൻ്റർ ആയിരുന്നുകൊണ്ട് ആ സെയിം സ്ഥലമാണ് ഇപ്പോൾ നല്ല ഗ്രീനിഷ് ആയിട്ട് കിടക്കണേ. എല്ലാവരും എന്നിട്ട് അച്ഛനും അമ്മയും കുഞ്ഞാവായിട്ട് മേളിലേക്ക് ഓൾറെഡി പോയി. ഞങ്ങൾ പതിയെ ചെല്ലണേ ഉള്ളൂ. അധികം ഹൈറ്റൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ പുൽത്തകടിയിൽ കൂടി അല്ലേ. ഡാൻസ് കളിച്ച സ്ഥലം. ആ ഡാൻസ് ചെയ്തതല്ലോ നമ്മളിവിടെ അന്ന്. ഇവിടെ ആയിരുന്നോ അതോ അവിടെ? നല്ല വിവരം അറിയും. എവിടെയാ പൊന്നു? പയ്യനാണ്. എവിടെയാ? എവിടെയാ? കൈ സ്വന്തമാണ്, ബാക്കി നിങ്ങൾ എവിടെയാ? എവിടെയാന്നേ? അയ്യോ എന്റെ ചക്കരക്കുട്ടനെ എവിടെയാ? ആരെന്നെ എടുക്കും? എവിടെയാ പൊന്ന്? ശുണ്ടരി കുഞ്ഞാണോ? ശുണ്ടരി കുഞ്ഞാണോ? കല്യാണിക്കുട്ടിയേ, അപ്പൂപ്പന്റെ കല്യാണിക്കുട്ടിയേ, കല്യാണിക്കുട്ടിയേ, കല്യാണിക്കുട്ടിയേ. വണ്ടി നിർത്തിയിട്ടാ പ്രശ്നമാണ്. വണ്ടി ഓടിക്കൊണ്ടേയിരിക്കണം. ആ
ഈ സ്ഥലത്തിനെ കുറിച്ച് പറയാനുള്ളത്? ഇഷ്ടപ്പെട്ടോ? നല്ല ഭംഗിയുള്ള സ്ഥലം. നല്ല ഭംഗിയുള്ള സ്ഥലം. വെള്ളത്തിൽ നിന്ന് ഒത്തിരി മുകളിലാണ് ഞങ്ങൾ. കാറ്റ് കുറവ്, നല്ല ചൂട്, സുഖം പരിപാടി. ഇതിൽ നിന്നും കുറേ വ്യത്യാസമൊന്നുമുണ്ട്. നമ്മുടെ കിഴക്കേ കാര്യം പോയി. ആ ഒരുക്കം പോയതെന്ത് നമ്മളിവിടെ ഒന്നും അപ്പുറത്ത് നിന്നല്ലേ ഇതല്ലേ പോയതോ. ഇവിടെ നിന്നാണ് നമ്മുടെ മറ്റേ ലൈറ്റ്സ് കാണാൻ പോയിന്ന് പറഞ്ഞില്ലേ? അത് ഇവിടെ ഈ ഏരിയയിൽ നിൽക്കുമ്പോ നന്നായിട്ട് കാണാൻ പറ്റും. താഴെ നിന്നിട്ടല്ലേ ഉണ്ടേ. ശരി, അങ്ങോട്ടാണ് പോയത് ഈ ദ്വീപിന്റെ. അന്നേരം തൊഴഞ്ഞോണ്ട് പോയത് അവിടെയല്ലേ? അവിടെയാമോ? ഒരു കൊക്കിനെ ഞാൻ ഓടിച്ചു വിട്ട്. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല സുഖം. ഇത്രേ ഉള്ളൂ. ഇവിടെ വെച്ച് കണ്ടതിൽ സന്തോഷം. ചേട്ടാ എവിടെയൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. ബോൾഡയാ? ബോയിഡാ എന്ന് വെച്ചാ അതെന്ത് സാധനം? ഓ, ഞങ്ങള് ഗൈഡെന്ന് പറയാം. ഗോയിഡാ? ചേട്ടനെ ഞാൻ പള്ളിപ്പുറത്തുനിന്ന് വന്നാണോ? അല്ല, പിന്നെ ഇവിടെ അല്ല, പള്ളിപ്പുറത്തുനിന്ന് കണ്ട പോലെ. അവിടെയൊക്കെ ഞാൻ എവിടെയും കാണും. ഓ, അത് ശരി. ഞാൻ എവിടെയൊക്കെ ഉണ്ടാവും. ഓ, അത് ശരി. ഈ ചേച്ചി? നാലാള് കൂട്ടുന്നിടത്ത് ഞാൻ ഉണ്ടാവും. ഓ, അത് ശരി. ഈ ചേച്ചിയോ? ഈ ചേച്ചിയുടെ കൊച്ചുമായിട്ട് വന്നാണ്. ഞാൻ ഇതിനെ ഊട്ടിക്കൊണ്ട് നടക്കാം. ഓ, ഓക്കെ. ആണോ? കണ്ടതിൽ സന്തോഷം കേട്ടോ. നമ്മളിങ്ങനെ വീണ്ടും കാണാവേ. സഞ്ചാരിയുടെ സഞ്ചാരത്തിലുള്ളതാണ്. അതെ അതെ, ഞാൻ ജോർജ് കുളങ്ങരയുടെ അടുത്തുള്ള നമ്മുടെ അപ്പറയാ. വീഡിയോ ഒക്കെ കാണണം കേട്ടോ. ശരി എന്നാ, താങ്ക് യു. അപ്പൊ നമ്മുടെ എൽക്ക ഐലൻഡ് ഇന്ന് നമ്മൾ പോവാണ്. അതെ, അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ കുറച്ച് ചെറിയ ഷോപ്പിംഗ് ഉണ്ട്, പിന്നെ വേറെ 2-3 സ്ഥലത്തൊക്കെ പോകാനുണ്ട്. അപ്പോൾ ഞങ്ങള് എൽക്ക ഐലൻഡ് ഇവരെ കാണിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം ഭയങ്കര ഭംഗിയുള്ളതല്ല. ഇപ്പൊ അമ്മ ഈ വീഡിയോയിൽ ഇല്ലാത്തത് കാരണം കൊണ്ടല്ല അമ്മയാണ് വീഡിയോ എടുക്കുന്നത്. അപ്പൊ ശരി, താങ്ക് യു ഫോർ വാച്ചിങ്. എൽക്ക ഐലൻഡിൽ നിന്ന് LKG പോവുകയാണ്.